ശബരിമലയിൽ മകരവിളക്കൊക്കെ അടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. അപ്പം വലിയ ഭക്തജന തിരക്കുണ്ട്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു ഭക്തജന തിരക്ക്. ഇന്നലെ മാത്രം ദർശനം തേടിയവരുടെ എണ്ണം 1,00,000 കടന്നിരിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിനു ശേഷം ഇത് ആദ്യമായാണ് ദർശനത്തിലെത്തിയവരുടെ എണ്ണം 1,00,000 കടക്കുന്നത്. അവധി ദിവസമായിരുന്ന ഇന്നലെ 1,859 പേരാണ് ദർശനം നടത്തിയത്. ഇന്നും പുലർച്ചെ മുതൽ തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മനീഷ് ഐഷമറ്റു നമുക്കിപ്പോൾ തത്സമയം സന്നിധാനത്ത് നിന്ന് ചേരും. മനീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നലത്തെ പോലത്തെ തന്നെ ഒരു തിരക്ക് ഇന്നും പ്രതീക്ഷിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും ഇന്നും സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലൊരു തിരക്കാണ് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിന് ശേഷം ആദ്യമായാണ് ഇന്നലെ 1,00,000-ത്തിലേക്കോളം വരുന്ന ഭക്തർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സേതു പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഈ ഫ്ലൈ ഓവറിലൊക്കെ നിറയെ ഭക്തരാണ് എന്നുള്ളതാണ്. അത്രയേറെ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഈ മകരവിളക്കുമായി ഭാഗമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിന് പ്രകാരമായി തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങളും സന്നിധാന പരിസരത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇവിടെ ദർശനം തേടിയെത്തുന്ന ഭക്തർ ദർശനം തേടിയതിനു ശേഷം പൂജകർമ്മങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കുറച്ച് അധിക സമയം സന്നിധാനത്തിന് ചിലവഴിച്ചതിന് ശേഷമാണ് മടങ്ങാറുള്ളത്. പക്ഷേ അത്തരത്തിൽ ഇനിയും സന്നിധാനത്ത് തങ്ങേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണുള്ളത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള 1,00,000-ഓളം വരുന്ന ആളുകൾ ദർശനം തേടി എത്തുമ്പോൾ അങ്ങനെ വീണ്ടും ഇവിടെ ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കൂടുതൽ തിരക്കിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭക്തർക്കിടയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം തന്നെ ഈ തിരക്ക് കൂടുമ്പോൾ മോഷണം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷ ശക്തമാക്കുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നും 1,00,000-ത്തിനടുത്ത് തന്നെ ആളുകൾ ദർശനം നേടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണം ഈ തിരക്കിനിടയിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സുഖമായി തന്നെയാണ് ദർശനം തുടരുന്നത്. ഓക്കെ മനീഷേ, ശരി. അപ്പോൾ സന്നിധാനത്ത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ ഞായറാഴ്ച കൂടിയാണല്ലോ, പിന്നെ മകരവിളക്ക് വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോകാൻ ഈ സമയത്തൊക്കെ തിരക്ക് കൂടുതലുമായിരിക്കും.